ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. വെറൈറ്റി എന്താ വെച്ചാൽ നമ്മളിന്ന് കൈ നനയാതെ മീൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായുള്ള ഐഡിയ കേട്ടോ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ മീൻ പിടിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചൂണ്ടിലും കൊണ്ടൊക്കെ കുളത്തിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ചൂണ്ടിലും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചിരിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ കുളത്തിലോട്ട് ചൂണ്ടിട്ടതിന് ശേഷം ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ കുറേ ടൈം നമ്മളായിട്ട് നിൽക്കേണ്ടി വരും. പക്ഷേ ഇന്ന് ചെയ്യുന്ന സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിൽ ജസ്റ്റ് കുളത്തിൻ്റെ സൈഡ് ഭാഗത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുളത്തിൻ്റെ നിൽക്കുക, നമ്മൾ ഏതെങ്കിലും സൈഡ് ഭാഗത്ത് നിൽക്കുക. അപ്പോൾ കുളത്തിൻ്റെ അടുത്ത് നിൽക്കണമെന്നില്ല. ഇനി നമ്മളെ മീൻ കൊത്തുന്ന സമയത്ത്, അതായത് നമ്മൾ ഈർമയിലോട്ട് മീൻ കൊത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ മീൻ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുടുങ്ങിയ സമയത്ത് നമ്മൾ ജസ്റ്റ് മൊബൈൽ വെച്ചിക്കാണ്ട് നമുക്ക് ആ മീൻ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മീൻ കൊത്തുന്ന സമയത്ത് നമുക്ക് മൊബൈൽ വെച്ചിക്കാണ്ട് ഈർമ്പ് താഴത്തോടെ ഇറക്കാനും മീൻ കൊത്തി കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് മീനിൻ്റെ കുളത്തി മുകളിലോട്ട് എത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മൊബൈൽ വെച്ചാൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റും. അതാണ് സംഭവം പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് വെറൈറ്റി ചെയ്ത് തോന്നുന്നു, ഇപ്പോൾ ജസ്റ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് ഫെയിൽ ആവും, ചിലപ്പോൾ സക്സസ്ഫുൾ ആവും. എന്തായാലും നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം വെറൈറ്റി ആണല്ലോ, അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ പോയിട്ടായിട്ട് ചെറിയൊരു കാര്യം പറയാണ്ട്, നമ്മുടെ 50K ആയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് ഒരു Q&A വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ Q&A വീഡിയോ നമുക്ക് 50K ആയ സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ 100K ആയിട്ടുണ്ട്, നമ്മുടെ ചാനൽ ഇപ്പോൾ 100K ആവാനായിട്ടുണ്ട്. അപ്പോൾ 100K ആവുന്ന സമയത്ത് നമ്മൾ Q&A ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് 50K ആയ സമയത്ത് നമുക്ക് 50 പെട്ടെന്ന് ഇങ്ങനെ പോയതുകൊണ്ട്, അത് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടിയോണ്ട് നമുക്ക് ആ സമയത്ത് ചെയ്യില്ല. അപ്പോൾ 50 പെട്ടെന്ന് 60 നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100K ആയ സമയത്ത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു 97K ആയിട്ടുണ്ട്. അവർ 3 ഗെയിം പാടെ 100K ആയിട്ടോ. അപ്പോൾ നിങ്ങൾ 100K ആവുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയുള്ള Q&A വീഡിയോ ചെയ്യാനും വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാണ്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും Q&Aക്കുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോകും. അപ്പോൾ കാര്യം നമുക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ആദ്യം എന്താ വേണ്ടത് വെച്ചാൽ നമുക്കൊരു വടി വേണ്ട. വടി എന്തിനാ വെച്ചാൽ ഇവിടെ ഈർമയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒരു കോലുമയുള്ള ഈർമയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു വടിയാണ്. അപ്പോൾ ഈ വടി ആകുമ്പോൾ വേണ്ടിയാണ് കാടിലൊക്കെ പോയിക്കാണ്ട് എന്തെങ്കിലും ഒരു വടി സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ കാട് പറഞ്ഞാൽ വലിയൊരു കാടാണ്. നമുക്ക് ആ കാടിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് പറ്റിയ സൈസിലൊരു വടി കിട്ടും. അപ്പോൾ വടിക്കൊന്നും ഇവിടെ ക്ഷാമല്ല. അപ്പോൾ വടി ആദ്യം കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യം നമ്മൾ കാട്ടിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പറ്റിയൊരു വടി സെറ്റാക്കണം. അപ്പോൾ അതിന് നമ്മൾ കണ്ടെത്തിയുള്ള പറഞ്ഞാൽ ഇത് ആ ഒരു ഭാഗത്ത് നിൽക്കണം, അവിടെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തായാലും സാധനം കട്ട് ചെയ്ത് കാണാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ കാര്യം നമ്മൾ കോലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഏകദേശം ഒരു വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഈ കോല് സെറ്റാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മരത്തിലൊക്കെ കയറിയാണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. ഇതിൽ സാധനം ഇപ്പോൾ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഈ ഭാഗത്തോടെ കഴിഞ്ഞാൽ നമ്മൾ ഈർമി കാണാൻ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും സാധനം അടിപൊളിയാട്ടോ ഗൈസ്. ഇനി ഗൈസ് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് വേണ്ടിയാണ്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കട്ടോ. അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ മതി. നമ്മൾ കൈനെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ നമ്മളൊരു കാറിനാക്കിയല്ലോ. അപ്പോൾ ആ കാറിന് യൂസ് ചെയ്ത് ഒട്ടുമിക്ക സാധനം ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ആ കാറിനാക്കിയ സമയത്ത് 2 മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ 2 മോട്ടറിന് പകരം നമ്മൾ ആകെ ഒരു മോട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ സാധാരണ ഗിയർ മോട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സംഭവം തന്നെ പ്രത്യേകിച്ച് വലിയ രീതിയിൽ പറയാനില്ല, കുറഞ്ഞ ചെറിയ സമയം തന്നെ ഉള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ആർഡിനോ യൂനോ ബോർഡും L299 മോട്ടർ ഡ്രൈവറും HC05 ബ്ലൂടൂത്ത് മോഡൽ യൂസ് ചെയ്യില്ല. അതേ സമയം തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എന്തൊക്കെ ആവും നമുക്ക് യാതൊരു ഐഡിയ ആണ്. ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുക. നമ്മൾ വേറെ എവിടെയും കണ്ടുകൊണ്ട് ചെയ്യില്ല, സ്വന്തം ഐഡിയ വെച്ചിട്ട് ചെയ്യണം. ചിലപ്പോൾ റെഡി ആവും, ചിലപ്പോൾ റെഡി ആവില്ല. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വടിയിലോട്ടായിട്ട് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ആർഡിനോ ബോർഡ് മോട്ടർ ഡ്രൈവറൊക്കെ നമ്മൾ ഈ വടിയിലോട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കേട്ടോ. എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി സംഭവം കാണിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഗൈസ്, ഈ പ്രോജക്റ്റൊക്കെ ചെയ്യാനുള്ളത് കമ്പോണൻസ് ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞ വില കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി വെബ്സൈറ്റിനെ പരിചയപ്പെടുത്താം. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് iHub Cart. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ കുറഞ്ഞ വില സാധനം കിട്ടണം. നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനുള്ള നമ്മൾ ആർഡിനോ ബോർഡ് മോട്ടർ ഡ്രൈവർ ബ്ലൂടൂത്ത് ബോർഡിലൊക്കെ കുറഞ്ഞ വില കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ താല്പര്യമുള്ളവർ മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. കുറഞ്ഞ വിലയിലാണ് സാധനം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പൈസ എടുത്തുകൊണ്ട് വലിയ പ്രൊജക്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ താല്പര്യമുള്ളവരും ചെക്ക് ചെയ്യാം. ഈ വെബ്സൈറ്റിലെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സംഭവങ്ങളും സെറ്റാക്കി എടുത്തിട്ടുണ്ടോ. ഇനി ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് കിട്ടത്തില്ല കേട്ടോ. കാരണം എൻ്റെ സ്വന്തം ഐഡിയ ചെയ്തതാണ്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞു കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം, അതായത് നമ്മൾ ചൂണ്ടുണ്ട്, ഇതാണ് ഇതാണ് നമ്മൾ ചൂണ്ട പറഞ്ഞാൽ കുറച്ച് വലിപ്പമുണ്ട്. ജസ്റ്റ് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റും എനിക്കറിയില്ല. കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കുളത്തിൻ്റെ സൈഡ് ഭാഗത്ത് വെക്കൂടും. അതായത് ഇതൊരു കുളമാണ് വിചാരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ കയ്യിലുണ്ടല്ലോ, ഇതൊരു കുളമായിട്ട് സങ്കല്പിക്കുക. ഈ അടിഭാഗത്ത് കുളാട്ടോ. അപ്പോൾ ഞാനിനി സൈഡ് ഭാഗത്ത് മാറി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിനി ഇതിനെ, അതായത് ഇതിൻ്റെ അടുത്ത് നിൽക്കാതെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യണം കേട്ടോ. അതായത് മീനെ പിടിക്കണം. പിന്നെ ഈ ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് കുളത്തും കാണാൻ സെറ്റ് ചെയ്യുക. അതായത് മീനെ പിടിക്കാനുള്ള കുളത്തും കാണാൻ ഈ ഭാഗത്ത് സെറ്റ് ചെയ്യും കേട്ടോ. ഞാൻ വേറെ ഭാഗത്ത് നിന്നാണ്, അതായത് എനിക്ക് ഞാൻ പുറത്ത് നിന്നാണ്ട് എനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്താണ് മീനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മൊബൈലിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ മൊബൈലിൽ HC05 എന്നുള്ളതായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കണക്റ്റ് ആവുന്നുണ്ട് കണ്ടോ. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഞാനിത് അതായത് ഇതിൻ്റെ അടുത്ത് നിൽക്കാതെ തന്നെ മീനിനെ പിടിക്കാൻ വേണം. അപ്പോൾ മീനിനെ പിടിക്കുന്നത് ആദ്യം നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കണമല്ലോ, ഈ ഈറുമ്പയുടെ ഭാഗം വെള്ളത്തിലോട്ട് ഇറക്കണം. എന്നാൽ മാത്രമേ മീനുകൾക്ക് തിന്നാൻ പറ്റുള്ളൂ, ഫുഡുകൾ തിന്നാൻ പറ്റില്ല, ഇരനെ തിന്നാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ മീൻ കുടുങ്ങുള്ളൂ ഇതിൽ. നമ്മളിത് ആദ്യം വെള്ളത്തിലോട്ട് ഇറക്കാം കേട്ടോ. അത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇറക്കാൻ പോകട്ടോ നമ്മൾ. കണ്ടോ, അത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സങ്കല്പിച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം അടിഭാഗം വെള്ളമായിട്ട് ജസ്റ്റ് സങ്കല്പിക്കുക. പിന്നെ ഇത് നമ്മളെ ഈറുമ്പ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, പുറത്ത് നിന്നാണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യണം. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇറക്കാൻ പോകണേ. കണ്ടോ, അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കാര്യങ്ങളൊക്കെ ഇതിലോട്ട് കൊത്തുക കേട്ടോ. അപ്പോൾ ഇത് മീനെ സങ്കല്പിക്കുകയാണ്, ഇത് മീൻ ഇതിലോട്ട് കൊത്തുകയാണ്. അപ്പോൾ മീൻ കൊത്തി കഴിഞ്ഞാൽ ഇതിലോട്ട് കുടുങ്ങിട്ടോ. അപ്പോൾ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് മീനിനെ മുകളിലോട്ട് വലിച്ചെടുക്കണം. അപ്പോൾ മീൻ കൊത്തി കഴിഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ ഇളകില്ല, നല്ല ഇങ്ങനെ ഇളകും. അപ്പോൾ നമുക്ക് ഈ ഇളക്കം കണ്ടാൽ തന്നെ മനസ്സിലാവും മീൻ ഇതിലോട്ട് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനോട് മുകളിലോട്ട് വലിക്കുക കേട്ടോ. അതായത് ഈ ഈറുമ്പിനെ നമുക്ക് മുകളിലോട്ട് വലിക്കണം. അപ്പോൾ നമ്മൾ മൊബൈൽ ചെയ്യാണ്ട് തന്നെ ഇതിലോട്ട് മുകളിലോട്ട് ഇതാക്കട്ടോ. അപ്പോൾ കണ്ടോ, അവിടെ മീൻ മുകളിലോട്ട് വന്നിട്ടുണ്ട്. കാണിച്ചില്ല, കണ്ടോ, മീൻ മുകളിലോട്ട് വന്നിട്ടുണ്ടോ. നമ്മൾ കുളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നതിന് ശേഷം മൊബൈൽ എടുക്കുക, കണക്ട് ചെയ്യുക, എന്നിട്ട് മീനെ പിടിക്കുക. മൊബൈൽ വെച്ചാണ് മീനെ പിടിക്കുക. അപ്പോൾ വളരെ വെറൈറ്റിയുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുളത്തിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുളത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനം നമ്മൾ കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. ഒന്നെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ എവിടേക്കായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മൊബൈൽ വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ടായിട്ട് മീനിനെ കൊളുത്താനും വേണ്ടിയാണ് കുളത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മൾ കുളത്ത് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ കുളത്ത് വെച്ചാണ് മീനെ പിടിക്കണത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇരയും കാര്യങ്ങളും സെറ്റ് ചെയ്യണം കേട്ടോ, കുളത്തി വെക്കണം. അപ്പോൾ കുറച്ച് വെയിറ്റിന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒരു നെറ്റ് എടുത്തുകൊണ്ട് ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട്, അവിടെ വെള്ളത്തിലൂടെ താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. വെയിറ്റ് എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ടായിട്ട് നമുക്ക് ഇരനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലോട്ട് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു സാധനം നമ്മൾ കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നെങ്കിൽ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടേക്കായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. പിന്നെ നമ്മൾ ഇരയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടിലോട്ടായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്, കുറേ ഒന്നുമില്ല, കുറച്ച് മതി. നമുക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോട്ടിൽ ഇരയും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഭവം ഉണ്ടല്ലോ, ആ ഭാഗത്തുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളത് നമ്മൾ ജസ്റ്റ് ആ ഭാഗത്ത് നിന്ന്, അതായത് ജസ്റ്റ് കാണിച്ചു തരാം, അങ്ങനെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു സംഭവം എടുത്തതിന് ശേഷം നമ്മൾ കുളത്തിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ടായിട്ട് വെയിറ്റുള്ള വലവും വെക്കും കേട്ടോ. അത് വെയിറ്റുള്ള വെച്ച് കഴിഞ്ഞാലുള്ള എന്താ വെച്ചാൽ വെയിറ്റ് വെച്ചില്ലെങ്കിൽ ഇത് കുളത്തിലോട്ട് ചാടി പോകും. അപ്പോൾ കുറച്ച് ബാക്കിൽ ഒരു വെയിറ്റുള്ള കല്ലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാണ് മൊബൈൽ വെച്ചുകൊണ്ട് ഇതിന് കൺട്രോളും ചെയ്യും. ഒന്നെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ മൊബൈൽ വെച്ചുകൊണ്ട് കൺട്രോളും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, മൊബൈൽ വെച്ചാൽ മീനെ പിടിക്കാൻ പറ്റും. നോക്കാൻ തരാം, നമുക്ക് എന്തായാലും ഉറപ്പില്ല, എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഗൈസ് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഭവം ആ ഒരു ഭാഗത്തോട്ട് സെറ്റ് ചെയ്യട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് കുറച്ച് വെയിറ്റുള്ള സംഭവം വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ രീതിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും റെഡിയാണ്. ഇനി നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ അതേപോലെ ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചുള്ളൂ. എന്തായാലും സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൊബൈൽ ഇതാട്ടോ, നമ്മൾ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മുന്നോട്ടും മുകളിലോട്ട് വരാനും താഴത്തോട്ട് വരാനുള്ള സംഭവം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ അവിടെ പോയിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നതിന് ശേഷം നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഞാൻ അവിടെ പോയിരിക്കാം. അപ്പോൾ ഗൈസ് ഇരുന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മുകളിലോട്ട് ആക്കണം എന്തിനാ വെച്ചാൽ ഓവറായിട്ട് താന്ന് പോകാനും വേണ്ടിയാണ് മുകളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻ കൊത്തുന്ന സമയത്ത് നമുക്ക് മുകളിലോട്ട് തന്നെ ആക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ആ ഭാഗത്തോട്ടായിട്ട് മീനുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഈ ഒരു ഭാഗത്തോട്ടായി മീനുണ്ട്. എന്നാലും കാഴ്ച അവിടെ ചെറിയ ഇതിലൊക്കെ മീനുകൾ കൊത്തുന്ന ചിലപ്പോൾ കാണാനുണ്ടാവും. പക്ഷേ അത് ചെറിയ മീനുകളാട്ടോ, വലിയ മീനുകളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ എന്തായാലും സംഭവം റെഡിയാണ്, അവിടെ ഉണ്ടാക്കിയത് റെഡിയാണ്. മീനുകൾ വലിയ മീനുകൾ വന്ന് കൊത്തി കഴിഞ്ഞാൽ കിട്ടുന്നുള്ള 100% ഉറപ്പ് തന്നെയാണ്. കാഴ്ച നമുക്ക് ഒന്നുകൂടി താഴത്തോട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മീനുകൾ വലിയ ഇതിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തോട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ചിലപ്പോൾ താഴത്തോട്ട് വലിയ മീനുകളുണ്ടെങ്കിലും ഇറക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് താഴത്തോട്ട് ഇറക്കി കൊടുക്കാം. താഴത്തോട്ട് പോകുന്ന കാണുന്നുണ്ടോ? അത്യാവശ്യം താഴത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, അറിയില്ല. ഗായ്സ് നമ്മൾ ഈർമ ചെറിയ രീതിയിലൊക്കെ ഇളകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് അടിയിലോട്ട് നമ്മൾ ഇറക്കിയിരുന്നു. എന്നാലും മൊബൈൽ ചാനൽ നമുക്ക് മീനുണ്ടോ നോക്കാം കേട്ടോ. നമുക്ക് സെറ്റ് ആയി കണക്റ്റ് ആക്കാം കേട്ടോ. ആദ്യം ഇപ്പോൾ കണക്റ്റ് ആക്കുകയാണ്. ചെറിയ രീതിയിൽ ഇളകുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. ഞാൻ മുകളിലോട്ട് കൊണ്ടുവരാൻ പോകട്ടോ ഗൈസ്. ആദ്യം ഉണ്ടോ നോക്കിയിട്ട് വരാം.
ഗൈസ് ഉണ്ട്, ഒരു കാര്യം കാണിച്ചില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും മുകളിലോട്ട് വലിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കണക്റ്റ് ആക്കാം കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ മീൻ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണം, അതുകൊണ്ട് അങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കണക്റ്റ് ആക്കാം. കണക്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. കണ്ടോ, കണക്റ്റ് ആവുന്നില്ല ഗൈസ്. ബാറ്ററിത്തെ ചാർജ് ചെയ്യണ സംഭവം കണ്ടോ, ആവുന്നില്ല. എന്തായാലും സാധനം പോയി എടുത്തോണ്ടോ, കൈ കൊണ്ട് എടുത്തോണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ മീൻ പറഞ്ഞാൽ കണ്ടോ, ചെറിയ മീനാട്ടോ. എന്തായാലും നമ്മൾ ഇതിനെ എടുത്ത് പോകണമെന്ന് വിചാരിച്ചില്ല, ജസ്റ്റ് ഈ വെള്ളത്തിലോട്ട് തന്നെ ഇടാം കേട്ടോ, അത് നടക്കുള്ളൂ. നമുക്ക് ഇതിനെ ജസ്റ്റ് ഊരി എടുക്കാം, വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗായ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ മീനിനൊക്കെ കിട്ടി. പക്ഷേ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറേ നേരം ഇങ്ങനെ ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ട് ചാർജ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചാർജ് അതിനോട് മീനിനെ മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ബാറ്ററി അതിനോട് മീനെ വലിക്കാൻ പറ്റില്ല. സാധനം മീനെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരു കുഞ്ഞ മീൻ, ചെറിയ മീനാട്ടോ. പക്ഷേ നമ്മൾ മീനിനെ ഇതിലോട്ട് തന്നെ ഇട്ടു, നമുക്ക് ആ മീനിന് ആവശ്യമില്ല. അപ്പോൾ സംഭവം വർക്ക് ചെയ്ത് വെച്ചാൽ വർക്കാവും, പക്ഷേ കുറച്ച് അത്യാവശ്യം നല്ല മീനൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുവെക്കണം. പിന്നെ അതുപോലെ ഈ ബാറ്ററിക്ക് പകരം അത്യാവശ്യം നല്ലൊരു ബാറ്ററിനെ കൊടുക്കുന്നത്, നല്ലൊരു അമീറൊക്കെയുള്ള ബാറ്ററി എടുത്തുകൊണ്ട് നല്ലത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി അവിടെ സീനായത്, ബാറ്ററി ഇല്ലെങ്കിൽ ബാറ്ററി കുറച്ചും പാടി നല്ല ബാക്കപ്പുള്ള ബാറ്ററി ആണെങ്കിൽ കുറച്ച് നേരം പാടി നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ സംഭവം ചെറിയ ബാറ്ററിയുടെ പ്രശ്നത്താൽ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും. മീനെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ബാറ്ററി കഴിഞ്ഞുകൊണ്ട് നമുക്ക് മുകളിലോട്ട് വലിക്കാൻ പറ്റിയില്ല. ഇത് വെച്ചാണ് പറ്റും, പക്ഷേ ബാറ്ററി സീനായതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ സംഭവം വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ബാറ്ററി ഞാൻ എപ്പോഴും കണക്ട് ചെയ്തിട്ടുകൊണ്ട് ബാറ്ററി ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മുകളിലോട്ട് വലിക്കാനില്ല മീൻ കിട്ടിയ സമയത്ത്. ഗായ്സ് നമ്മൾ സത്യം പറഞ്ഞാൽ വർക്കാവുന്നതിനെ വിചാരിച്ചിരുന്നത്, അതായത് മീൻ കൊത്തിന് ശേഷം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചത്. പക്ഷേ നമുക്ക് ആകെ പറ്റിയ സീൻ എന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് ചെയ്യണം കേട്ടോ. ആകെ നമ്മൾ കുറേ കഷ്ടപ്പെടുന്ന സംഭവം വർക്ക് ചെയ്തില്ല, സങ്കടമുണ്ട്. അപ്പോൾ എന്തായാലും ഗായ്സ് വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ വേണമെങ്കിൽ വീണ്ടും കാണാം. ഇത് വർക്ക് ചെയ്തില്ലെങ്കിലും സംഭവം വെറൈറ്റി ആയിരിക്കും കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.